എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 2020 എഡ്യൂക്കേഷൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കൊണ്ടിരുന്നത് 10ാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷ് പാർട്ട് 1-ലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന റസ്കിൻ ബോണ്ടിൻ്റെ ഒരു സ്റ്റോറി ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് ആ സ്റ്റോറി. നമ്മൾ അതിൽ കുറച്ച് മാത്രമേ നോക്കിയെന്നുള്ളൂ. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് നമ്മൾ ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് തന്നെ പോകാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ നമ്മൾ വളരെ ഷോർട്ടായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന പോയിന്റ്സ് മാത്രമേ ഇവിടെ എഴുതി തരുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് നോട്ട് സെപ്പറേറ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ തവണ എവിടെയാണ് പറഞ്ഞു നിർത്തിയത് ഒന്നും അറിയാലോ. അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പം തൻ്റെ നാട്ടിൽ സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും ലൗഡസ്റ്റ്, ഏറ്റവും ശബ്ദം ഉണ്ടാകാനുള്ള സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ തൻ്റെ വീടിനടുത്ത് നിൽക്കുന്ന ആൽമരമാണ് എന്നാണ് ആര് പറഞ്ഞത്? റസ്കിൻ ബോണ്ട് പറഞ്ഞത് അല്ലേ? അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓപ്ഷൻ സ്പെൻഡ് മൈ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസൻ ടു hot. I could read there popping up against my bole of the tree with cushions taken from the drawing room. Treasure Island, Huckleberry Finn, the Mowgli stories and the novels of Edgar Rice made my bag ഓഫ് വെറൈറ്റി മിക്സ് റീഡിങ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്താണ് ഈ മരത്തിൽ മുകളിലായിട്ട് അദ്ദേഹം എന്താണ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്തിനാണ്? തൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷമുള്ള ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹം തൻ്റെ ഫ്രീ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് അവിടെ ഇരുന്നായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അദ്ദേഹം അവിടെ ഇരുന്ന് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ മുകളിൽ തൻ്റെ ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ കുഷ്യൻസും പില്ലോസൊക്കെ വെച്ച് ഒരു ഇത് സെറ്റപ്പൊക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ടാണ് തൻ്റെ ഒഴിവ് സമയങ്ങൾ ചിലവാക്കിയെന്ന് പറയണേ. എന്താണ് റീഡ് ചെയ്യുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? അദ്ദേഹം എന്തൊക്കെയാണ് റീഡ് ചെയ്യുന്നത്? ഹക്കിൾബിൻ സ്റ്റോറി, ദ ട്രഷർ ഐലൻഡ്, മൗഗ്ലി സ്റ്റോറീസ് തുടങ്ങിയ കഥകളൊക്കെയാണ് അദ്ദേഹം അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ടിരുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, when I did not feel reading, I could look down through the banyan leaves at the world below. My grandmother hanging up and taking down the washing, at the cook quarreling with the fruit vendor or my garden grandfather grumbling at the hardly Indian marigolds which instead on springing all over his English garden. Usually nothing were excited happening when I was on the banyan tree, but on one particular day I had enough excitement to last me through the summer. അദ്ദേഹം പറയാണ് എനിക്ക് വായിക്കാൻ താല്പര്യമില്ലായിരുന്ന സമയത്ത് എന്താണ് അദ്ദേഹം ഈ മരത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് താഴേക്ക് തൻ്റെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അപ്പോൾ എന്താണ് കാണുന്നത്? മുത്തശ്ശി തൻ്റെ കുക്കുമായി വഴക്കുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അടുക്കളക്കാരി എന്താണ് ഗാർഡനറുമായി വഴക്കുണ്ടാക്കുന്നതും മുത്തച്ഛൻ തൻ്റെ ഇംഗ്ലീഷ് പൂന്തോട്ടത്തിലൂടെ നടക്കുന്നതും ഒക്കെ അദ്ദേഹം കാണുമായിരുന്നു. അദ്ദേഹം പറയാണ് എനിക്ക് അത്ഭുതകരമായി തോന്നുന്ന ഒന്നും തന്നെ ഞാൻ ഈ മരത്തിലിരിക്കുന്ന സമയത്ത് താഴെ നടക്കാറില്ലായിരുന്നു എന്നാണ് ആരാണ് റസ്കിൻ ബോണ്ട് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്നെ വളരെയധികം എക്സൈറ്റഡ് ആക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു എന്ന് റസ്കിൻ ബോണ്ട് പറയുകയാണ്. ഇനി നമ്മളത് എന്താണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. അദ്ദേഹം പറയാണ് ഒരു കോബ്ര, ഒരു പാമ്പും ഒരു കീരിയും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട ഒരാൾ മരിക്കുന്നത് ഞാൻ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെ? അവർക്ക് നേരെ മുകളിലായിട്ട് ഈ ബനിയൻ ട്രീയിൽ ഇരുന്നുകൊണ്ട് ഞാൻ കാണുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെയായിരുന്നു എന്നാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള ഫൈറ്റാണ് അദ്ദേഹം കണ്ടത്? fight between snake and mongoose. ഓക്കെ, ഇതും തമ്മിലുള്ള ഫൈറ്റാണ് അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് മരത്തിന് മുകളിൽ ഇരുന്നുകൊണ്ട് കണ്ടത്. ഓക്കെ, അത് പറയണം. ഇറ്റ് വാസ് an April afternoon and the warm breeze of approaching summer had sent everyone including grandfather indoors. I was feeling dozy, feeling myself, and I was wondering if I should go to the pond behind house for a swim. When I was a huge black cobra gliding out of the clumps of cactus and making for some cooler part of the garden. At the same time, a mongoose emerged from the bushes and went straight for the cobra. അദ്ദേഹം പറയാണ് എന്താണ് ഈ ചൂടുകാലത്ത് ഞാൻ ഇങ്ങനെ അദ്ദേഹം തൻ്റെ ഉച്ച സമയത്ത് ഇരിക്കുകയാണ്. അപ്പം മുത്തച്ഛനും എല്ലാവരും എന്താണ് വീടിനുള്ളിലേക്ക് കയറിപ്പോയി എന്ന് പറയണം. അപ്പോൾ അദ്ദേഹം പറയാണ് സ്വയം ആലോചിക്കുകയായിരുന്നു റസ്കിൻ ബോണ്ട് വീടിന് പുറകിലുള്ള കുളത്തിൽ പോയി ഒന്ന് നീന്തിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ഈ കാഴ്ച കാണുന്നത്. എന്താണ്
എന്താണ് അവിടെ ഉണ്ടായിരുന്ന മുൾച്ചെടികൾക്കിടയിൽ നിന്ന് ഒരു കോബ്ര എഴഞ്ഞ് ഈ ഗാർഡന്റെ തണലുള്ള ഭാഗത്തേക്ക് പോകുന്നത് അദ്ദേഹം കാണുകയാണ്. പക്ഷെ അപ്പോഴാണ് അദ്ദേഹം വേറൊരു കാഴ്ച കാണുന്നത്. എന്താണ്? ഒരു മംഗൂസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ, കീരി. ഈ കീരി ഇതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് എതിർദിശയിൽ നിന്ന് ഈ പാമ്പിന് നേരെ ഒരു കീരി വരുന്നതും അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാണുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയാലോ അല്ലെ. നമുക്ക് എന്തായാലും റസ്കിൻ ബോണ്ട് എന്താണ് ഇത് ഈ മരത്തിന് മുകളിൽ ഇരുന്നുകൊണ്ട് കണ്ടതെന്ന് നമുക്ക് നോക്കാം. It was in a clearing breath of the tree, the bright sunlight, they came face to face. Cobra knew only too well that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. But the cobra was skillful, experienced fighter too. He could move slightly and strike with the speed of light, and stuck behind his long, sharp fangs വേർ ഫുള്ളി ഓഫ് ഡെഡ്ലി വെനം. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇവർ രണ്ടുപേരും ഈ മരത്തിൻ്റെ കീഴിൽ അല്പം വെളിച്ചമുള്ളൊരു സ്ഥലത്ത് വെച്ച് എന്താണ് ഇവരെ ഫേസ് ടു ഫേസ് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പം കോബ്ര ഈ മംഗൂസിനെ കണ്ടപ്പോൾ കോബ്രയ്ക്കറിയാം ഈ മംഗൂസിന് 3 അടി വലിപ്പമേ ഉള്ളൂ, പക്ഷേ അവൻ ഒരു അഗ്രസീവ് ഫൈറ്റർ ആണ് എന്നുള്ള കാര്യം കോബ്രയ്ക്കറിയാം എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, കോബ്രയായിട്ട് ഒട്ടും മോശമൊന്നുമല്ല, കോബ്രയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ലൈറ്റിൻ്റെ വേഗതയിൽ കൊത്താനും ഒക്കെ സാധിക്കും, ഒഴിഞ്ഞു മാറാനും ഒക്കെ സാധിക്കുന്ന ഒരു ജീവിയാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. എന്നാൽ കോബ്രയ്ക്ക് എന്താണ് കീരിയെ സംബന്ധിച്ച് കീരിയുടെ വിഷമൊന്നുമില്ല, പക്ഷെ എന്താണ് കോബ്രയെ സംബന്ധിച്ചുള്ള കോബ്രയുടെ വായിലിരിക്കുന്ന വിഷം എന്ന് പറയുന്നത് കീരിയെ കൊന്നു കളയാൻ മാത്രം ശക്തിയുള്ള വിഷമാണ് എന്ന് അദ്ദേഹം ഇങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, സ്വന്തമായിട്ട് ആലോചിക്കുകയാണ്. ഓക്കെ, It was to be a battle of champions. Hissing defense, his forked tongue dazzling out in and out. The cobra raised 3 of his 6 feet on the ground and spread his broad, spectacular hood. The mongoose bushed his tail. The long hairs on his chin stood up. അപ്പോൾ അദ്ദേഹം പറയാണ്, കോബ്ര എന്താണ് തൻ്റെ വായുടെ ഉള്ളിൽ കിടന്ന നാക്ക് പുറത്തും അകത്തേക്കും ഇങ്ങനെ ഇട്ടുകൊണ്ട് 6 അടി ഉണ്ടായിരുന്ന കോബ്ര എന്താണ് 3 അടിയോളം എയറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് ഇങ്ങനെ കൊത്താനായിട്ട് തൻ്റെ പത്തി വിരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, ഈ മംഗൂസിനെ നോക്കി നിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മംഗൂസ് എന്താണ് നമുക്കറിയാമല്ലേ, ഈ നമ്മുടെ വീട്ടിൽ പൂച്ചയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇവർ ഇര പിടിക്കുന്ന സമയത്ത് ഇവർ ഭയങ്കര അഗ്രസീവ് ആകും. അഗ്രസീവ് ആകുക എന്ന് വെച്ചാൽ എന്താണ്, ഇവർ ഇങ്ങനെ എന്താണ് പറയുക, പൂച്ചയൊക്കെയാണ് വാലൊക്കെ ഇങ്ങനെ പൊങ്ങിയിട്ട് നിൽക്കും അല്ലേ, എന്നിട്ട് ഇവരുടെ രോമം എല്ലാം ഇങ്ങനെ എണ്ണീറ്റ് നിൽക്കും. അതെന്താണ് അവർ കൂടുതൽ അഗ്രസീവ് ആകുന്നതിൻ്റെ ഇത് കാണിക്കുന്നതാണ് അവരുടെ ശരീരത്തിൽ. അപ്പം അദ്ദേഹം പറയുന്നത് മംഗൂസ് വളരെ അഗ്രസീവായിട്ട് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൻ്റെ എന്താണ് മുതുകിലുള്ള രോമങ്ങളൊക്കെ എണ്ണീറ്റ് നിൽക്കുകയാണെന്ന് പറയുന്നത്. മംഗൂസ് അഗ്രസീവായിട്ട് ഈ പാമ്പിനെ കീഴടക്കാനായിട്ട് നിൽക്കുകയാണ്. പാമ്പ് ഒട്ടും മോശമൊന്നുമല്ല, 3 അടിയോളം ഇങ്ങനെ പൊക്കി പത്തി വിരിച്ച് ഇതിന് നേരെ നാക്കും ഇങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതിനുശേഷം പറയുന്നുണ്ട്, ത്രൂ ദ കോമ്പാക്ട്സ് were unaware of my presence on the banyan tree. They soon became aware of the arrival of 2 spectators. One was a myna and the other was a wild crow. They had seen these preparations of battle and had settled on the cactus to watch the outcome. They have been contented only to watch. All would have been well both of them. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ 2 പേര് യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുമ്പോഴും ഇതിന് മുകളിലിരിക്കുന്ന എന്നെക്കുറിച്ച് ഇവർക്ക് ഒരറിവുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം മരത്തിന് മുകളിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് എന്താണ് താഴെ നടക്കുന്ന 2 പേരും ഇതിന് ഈ മുകളിൽ ഒരാൾ ഇരുന്ന് കാണുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല അല്ലേ. പക്ഷെ അവർ പറയാണ്, യുദ്ധം തുടങ്ങാനായിട്ട് ഇവർ തമ്മിൽ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്, വേറെ 2 പേര് വരുന്ന കാര്യം ഇവരറിഞ്ഞു. എന്നെക്കുറിച്ച് അറിഞ്ഞില്ല, ഈ മുകളിലിരുന്ന് നോക്കുന്ന എന്നെ അറിഞ്ഞില്ല, പക്ഷെ മറ്റ് 2 പേര് അവിടോട്ട് വരുന്നത് ഇവരറിഞ്ഞു എന്ന് പറയണം. ആരൊക്കെയാണ് വന്നത്? അവിടേക്ക് വന്നത് എന്തായിരുന്നു, ഒരു മൈന വന്നു അല്ലേ, പറയുന്നുണ്ട്, ഒരു മൈന ആൻഡ് ഒരു വൈൽഡ് ക്രോ, ഒരു കാക്കയും വന്ന് അവിടെ ഇവർ തമ്മിലുള്ള ഈ യുദ്ധം കാണാനായിട്ട് വന്ന ആ മുൾച്ചെടിയിൽ ഇരുന്നു എന്നാണ് റസ്കിൻ ബോണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫൈറ്റ് നടക്കാൻ പോകുന്നത്, ഒരു സ്നേക്കും മംഗുവും തമ്മിലാണ്. ഓക്കെ, അതായത് പാമ്പും കിരിയും തമ്മിലാണ് യുദ്ധം നടക്കാൻ പോകുന്നത്. കാഴ്ചക്കാരായിട്ട് അവിടെ അപ്പോൾ എത്ര പേരുണ്ട്, മൊത്തം 3 പേരായി അല്ലേ. റസ്കിൻ ബോണ്ട് മരത്തിന് മുകളിൽ ഇരിപ്പുണ്ട്. അതിനുശേഷം എന്താണ്, ഒരു മൈനയും ഒരു വൈൽഡ് ക്രോയും വന്ന് ഇതിന് ഈ നടക്കുന്നതിൻ്റെ അവിടെ ഇരുന്ന് ഇവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റസ്കിൻ ബോണ്ട് പറയുന്നത്. ഓക്കെ, അതിനുശേഷം പറയുന്നുണ്ട്, the cobra stood on the defensive, swaying slowly from side to side, trying to memorize the mongoose into marking a false move. But the mongoose knew the power of the opponent's glassy, unwinking eyes and refused to meet them. Instead, he fixed his grey at the point just below the cobra's hood and opened the attack. അപ്പം അദ്ദേഹം റസ്കിൻ ബോണ്ട് പറയുകയാണ്, പാമ്പ് എന്താണ്, പാമ്പ് നമുക്കറിയാമല്ലേ, പാമ്പ് ഇങ്ങനെ പത്തി വരിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ പാമ്പ് ഇങ്ങനെ നിന്ന് ആടുവാണ്. എന്തിനാണ്, ഈ കീരിയുടെ കോൺസെൻട്രേഷൻ
കോൺസെൻട്രേഷൻ കളയാനായിട്ട് പാമ്പ് ഇങ്ങനെ നിന്ന് ആടി നോക്കുകയാണ്. അപ്പോൾ പാമ്പിനറിയാം ഈ കീരിയെ ഇങ്ങനെ എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ കീരിക്കറിയാം പാമ്പ് എത്രത്തോളം ബുദ്ധിമാനാണെന്ന്. അതുകൊണ്ട് എന്താണ് കീരി അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ പാമ്പിൻ്റെ പത്തിയുടെ താഴെ തന്നെ ലക്ഷ്യമാക്കി അറ്റാക്ക് ചെയ്യാനായിട്ട് കീരി തയ്യാറെടുത്ത് നിൽക്കുകയാണെന്നാണ് റസ്കിൻ ബോണ്ട് പറയുന്നത്. അതിനുശേഷം എന്താണെന്ന് നടന്നിട്ടുണ്ടാവുക നമുക്ക് നോക്കാം. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. His great hood came down so swiftly that he could nothing to save the mongoose. But a little fellow jumped neatly onto the other side and darted into the swift-ass cobra, biting the snake on the back, dragging away on each other. അപ്പോൾ അദ്ദേഹം പറയാണ് എന്താണ് ഇവൻ നേരെ കോബ്രയ്ക്ക് നേരെ ചാടി എന്ന്. പക്ഷെ എന്താണ് കോബ്രയുടെ റീച്ചിൽ എത്തിയപ്പോഴത്തേക്ക് എന്തായി കോബ്ര ഈ പാമ്പ് ഇവനെ കൊത്താനായിട്ട് വന്നപ്പോഴത്തേക്കും ഇവൻ്റെ സൈഡിലേക്ക് ചാടി മാറി ഒഴിവായി എന്നാണ് പറയുന്നത്. അതായത് കോബ്ര കടിച്ചിരുന്നെങ്കിൽ മംഗൂസിന് മരിച്ചു പോയനെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്താണ് മംഗു അവിടെ വന്നപ്പോഴത്തേക്ക് എന്താണ് കോബ്ര കൊത്താനായിട്ട് വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി ഇവൻ ഒരു സൈഡിലേക്ക് ചാടിപ്പോയി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഇത്രേ കവർ ചെയ്യുന്നുള്ളൂ. ഇനി വരുന്നത് നമ്മൾ വേറെ 1-2 പോർഷൻസ് ആയിട്ട് എടുത്ത് നമ്മൾ ടോപ്പിക്ക് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഈ പോർഷനിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് എന്താണ് തൻ്റെ വീടിന് ചുറ്റുമുള്ള ഏറ്റവും ലൗഡസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് തൻ്റെ വീടിനടുത്തുള്ള ബനിയൻ ട്രീ ആണെന്ന് റസ്കിൻ ബോണ്ട് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം മരത്തിൽ ഇരുന്നുകൊണ്ട് ഒരു കോബ്രയും മംഗുവും തമ്മിലുള്ള ഫൈറ്റ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെ കൂടാതെ തന്നെ ഒരു മൈനയും ഒരു കാക്കയും വന്ന് അവിടെ ഇരിക്കുന്ന കാര്യങ്ങളും റസ്കിൻ ബോണ്ട് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നതായിരിക്കും. നന്ദി.